കേരളത്തിലെ കർഷകർക്ക് രാസവളങ്ങളുടെ അടിക്കടിയുള്ള വിലവർധനയും രൂക്ഷമായ ക്ഷാമവും കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ്. ഫാക്ടംഫോസ്, യൂറിയ, പൊട്ടാഷ്, അമോണിയം ഫോസ്ഫേറ്റ് തുടങ്ങിയ പ്രധാന വളങ്ങൾ വിപണിയിൽ കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. ഇത് കർഷക മേഖലയെ, പ്രത്യേകിച്ച് നെൽകൃഷി, റബ്ബർ, വാഴ, കപ്പ, തെങ്ങ്, പച്ചക്കറി കൃഷികളെ സാരമായി ബാധിക്കുന്നു. വിലവർധനവിന്റെ തീവ്രത പ്രധാന വളങ്ങളുടെ വിലയിൽ സമീപകാലത്തുണ്ടായ വർധനവ് കർഷകരുടെ ഉൽപാദന ചെലവ് ഗണ്യമായി ഉയർത്തുന്നുണ്ട്. കർഷകർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സമ്മിശ്ര വളമായ ഫാക്ടംഫോസിന്റെ ക്ഷാമം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഒരു ചാക്കിന് 1400 രൂപയാണ് നിലവിലെ വില. 1500 രൂപയായിരുന്ന പൊട്ടാഷിന് 300 രൂപ വർദ്ധിച്ചു ഇപ്പോൾ 1800 രൂപയായി. ഇത് പൊട്ടാഷ് ഉപയോഗിക്കുന്ന എല്ലാ വിളകൾക്കും തിരിച്ചടിയാണ്. 18.9.18 മിശ്രിത വളത്തിന് 1310 രൂപയായി ഉയർന്നു. മറ്റ് രാസവളങ്ങൾക്ക് 90 മുതൽ 100 രൂപ വരെ വർധനവുണ്ടായിട്ടുണ്ട്. 1 കിലോ യൂറിയയ്ക്ക് 266 രൂപയാണ് നിലവിലെ വില. ഈ വില വർധനവ് ജൂലൈ മാസത്തിൽ വളപ്രയോഗം നടത്തേണ്ട റബ്ബർ, വാഴ, കപ്പ, തെങ്ങ്, പച്ചക്കറി കർഷകരാണ് പ്രധാനമായി ദുരന്തത്തിലാക്കുന്നത്. വളക്ഷാമം നെൽകൃഷിയെ തകർക്കുന്നു. ഓണത്തോടനുബന്ധിച്ച് വിളവെടുപ്പ് നടത്താവുന്ന വിരിപ്പ് കൃഷി ചെയ്യുന്ന നെൽകർഷകരെയാണ് നിലവിൽ ക്ഷാമം മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്.